വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടല്ലോ, കുട്ടികളുടെ സ്പെഷ്യലി ഐസ്, കോല ഐസ്. ഓക്കെ, അപ്പോൾ പണ്ട് പറയാറുണ്ടല്ലോ, ഐസ് ഉണ്ടാകുമ്പോൾ സ്കൂൾ പൈസ ഉണ്ടാവില്ല, പൈസ ഉണ്ടാകുമ്പോൾ ഐസ് ഉണ്ടാവില്ല, ഐസും പൈസ ഉണ്ടാകുമ്പോൾ സ്കൂൾ ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഐസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അല്ലേ മോൾട്ടി? ഓക്കെ, വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ഐസ്, അതും വെറും ഫ്രൂട്ട്സ് കൊണ്ടുള്ള ഹോം മെയ്ഡ് ഐസ് ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലി. വീഡിയോയിലോട്ട് കിടക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല പഴുത്ത മാങ്ങയാണ്. ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം തണ്ണിമത്തന് എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ച് വയ്ക്കുക. പിന്നെ നമ്മളിവിടെ 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം 3 ഫ്രൂട്ട്സിൻ്റെ ഐസാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ എല്ലാ നമ്മൾ ഫ്രൂട്ട്സും നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തണ്ണിമത്തനുണ്ട്, മാംഗോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ആദ്യം ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ മാംഗോ ഇട്ട് കൊടുക്കുക. അപ്പോൾ മാംഗോ എന്തായാലും നല്ല പഴുത്താണ് കേട്ടോ. എന്നിരുന്നാലും കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ലൂസാക്കണ കാരണം ഒരു 4 സ്പൂണ് നമ്മൾ പഞ്ചസാര ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഐസ് നിങ്ങൾക്ക് എത്ര നല്ല മധുരം വേണം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇടാം. അല്ല ഫ്രൂട്ട്സിൻ്റെ മധുരം മാത്രം മതിയെങ്കിൽ അങ്ങനെ. ഓക്കെ, അതുപോലെ നമ്മൾ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. തണ്ണിമത്തനിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ മധുരം കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു 4 സ്പൂൺ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതും നിങ്ങൾക്ക് ഓപ്ഷനാണ്. അതുപോലെ ഓറഞ്ചിൽ അതുപോലെ നമ്മളൊരു 4 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മിക്സിയിലിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ അടിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. തണ്ണിമത്തൻ, ഇതാ മാംഗോ, അതുപോലെ നമ്മുടെ ഓറഞ്ച്. അപ്പോൾ നമുക്കൊന്ന് ആദ്യം തണ്ണിമത്തനൊന്ന് നമുക്ക് ഒന്ന് ഫിൽറ്ററിൽ ഒന്ന് അരിച്ചെടുക്കണം. ഓക്കെ, നമ്മൾ ഐസ് ആക്കുന്നതിന് മുമ്പേ നമുക്കതിനൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. ഒരു 12 പീസ് ഐസിൻ്റെ മോൾഡാണ് നമ്മളെടുത്ത്. മോൾഡ് എടുത്തിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്ലാസ്സിലോ അല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലോ ഒഴിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു 3 ഐസ് ഉണ്ടാക്കാനുള്ള നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, തണ്ണിമത്തനെന്ന്. അതുപോലെ നമ്മുടെ ഓറഞ്ചിന് നന്നായിട്ടൊന്ന് ഫിൽറ്റർ വെച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. കാരണം ഓറഞ്ചിലൊക്കെ നല്ല ഇതൊക്കെ ഉണ്ടാവും, ചണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായി ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഓക്കേ, അപ്പോൾ ഇത് നമ്മൾ ഓറഞ്ചും നമുക്കൊരു 3 പീസോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മൊത്തം 12 പീസിൻ്റെ മോൾഡാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ മാംഗോയും അതുപോലെ നമുക്കൊന്ന് ജസ്റ്റ് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അടിപൊളി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മിക്സ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ്സിൽ നമ്മൾ മാംഗോയും ഓറഞ്ചും എല്ലാം കൂടെ നമുക്ക് മിക്സാക്കി ഒഴിച്ചിട്ടുണ്ട്. ലെയറായിട്ട് ഒരു 3 ലെയർ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളങ്ങനെ മിക്സും റെഡിയാക്കിയിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു സ്റ്റിക്ക്, അതായത് നമ്മുടെ ഐസിൻ്റെ സ്റ്റിക്ക് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അതൊന്ന് ജസ്റ്റ് കൊടുക്കുക. അല്ല പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും സ്റ്റിക്ക് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചാലും മതി. ഓക്കെ, അതിനുശേഷം ഇതിനൊന്ന് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിൽ വെച്ചിട്ട് ഒരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമ്മൾ ഐസ് ആവത്തുള്ളൂ. നമ്മളുണ്ടല്ലോ 6-7 മണിക്കൂറായി ഐസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. മോൾട്ടി തുറക്ക് പറഞ്ഞിട്ടേ ആയോ ശ്രദ്ധി നോക്കട്ടെ കേട്ടോ. നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എടുത്തിട്ടേ ഒന്ന് തുറന്ന് നോക്കാം അല്ലേ മോൾട്ടി? ഉണ്ടോ ഗൈസ്? അപ്പം നമ്മുടെ റെഡിയായി ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. എന്താവും എന്നുള്ളത് നോക്കാം അല്ലേ മോൾട്ടി? മോൾട്ടി ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ്. അടിപൊളി, സൂപ്പർ. ഗൈസ്, ഇതാ അടിപൊളി സൂപ്പർ ഐസ് കേട്ടോ. ഹോം മെയ്ഡ് ഐസ്. ഓറഞ്ച് ഉണ്ട്, മാംഗോ ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർമെലൺ. അതെ, വാട്ടർമെലൺ ഉണ്ട്. ഒരാൾ എക്സൈറ്റ്മെൻറ്റിലാണ്. ഇത് മിക്സഡ് ആണ് കേട്ടോ. മോട്ടി കഴിച്ചോ, എങ്ങോട്ട് നോക്കി എന്നിട്ട്. ഞാനൊന്ന് കഴിച്ചോട്ടെ. ഇത് മാംഗോ ആണോ? സൂപ്പർ. ആ മാങ്ങയുടെ ഒരു ഇതിന്റെ ലൈൻസും ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് മോൾട്ടി? സൂപ്പർ. ഫ്രൂട്ട്സിന്റെ ടേസ്റ്റ് ഉണ്ടോ? എൻ്റെ മുത്തേ ഗൈസ്, സാധനം ഉണ്ടല്ലോ, നമ്മൾ എസെൻസ് ഇടാതെ വെറും ഫ്രൂട്ട്സ് ആയത് കാരണം ഉണ്ടല്ലോ ഹെൽത്തിയാണ്. ഐസാണ് അധികം കഴിക്കാൻ കാരണം പറഞ്ഞാൽ ചുമ അതുള്ളതൊക്കെ. പക്ഷേ നിങ്ങൾ വീട്ടിൽ കുട്ടികൾക്ക് പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കണേനും കാട്ടിയും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ട്രൈ ചെയ്യുകയും ചെയ്യാം. പെട്ടെന്നാവുകയും ചെയ്യും. എല്ലാവരും വീട്ടിലും ഫ്രൂട്ട്സ് ഉണ്ടാവും, എന്തായാലും ഫ്രിഡ്ജും ഉണ്ടാവും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ മോൾഡിൽ ഒഴിച്ചു. മോൾഡ് ഇല്ലെങ്കിൽ നിങ്ങൾ
ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റിക്ക് കുത്തി വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഇത് അടിച്ചു തീർക്കട്ടെ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വീണ്ടും വേറൊരു ഐറ്റമായിട്ട് കാണുന്നവരെ ബൈ ബൈ.